ഡിവോഴ്സിലേക്കാണോ നസ്രിയ പോകുന്നത് എന്നതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. നസ്രിയയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നതും ഇത്തരത്തിലൊരു കാര്യമാണെന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം. നസ്രിയയുടെ അഭിപ്രായം അല്ലെങ്കിൽ നസ്രിയ ഇത്രയും വിഷമത്തിൽ ഒരു പോസ്റ്റ് ഇതുവരെ പങ്കുവച്ചിട്ടില്ല. ആ പോസ്റ്റ് അങ്ങനെ പങ്കുവയ്ക്കുമ്പോൾ തന്നെ സ്വാഭാവികമായി എല്ലാവരും കരുതുന്നത് ഒരേ ഒരു കാര്യമായിരിക്കും, നസ്രിയ ഡിവോഴ്സിലേക്ക് പോവുകയാണോ എന്ന സംശയം. പ്രേക്ഷകരെല്ലാവരും ഇതേ കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഇതിനെക്കുറിച്ച് പറയുന്നു. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ എല്ലാവരും ചർച്ച ചെയ്യുന്ന പ്രശ്നം തന്നെയായി മാറുകയാണ് ഇപ്പോൾ നസ്രിയയുടെ പ്രശ്നം. എന്താണ് തൻ്റെ യഥാർത്ഥ പ്രശ്നമെന്ന് ഇതുവരെ നസ്രിയ തുറന്നു പറഞ്ഞിട്ടില്ല. പക്ഷേ താനിപ്പോൾ കടന്നു പോകുന്ന അവസ്ഥ വളരെയധികം സങ്കടകരമായ ഒന്നാണെന്നാണ് വെളിപ്പെടുത്തുന്നത്. സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് പറയുന്നു. ആരാധകരെല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. പ്രേക്ഷകർക്ക് അത് വളരെയധികം മനസ്സിലാകുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിൻ്റെ വാർത്തകളൊക്കെ തന്നെയും ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ആരാധകരെല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ തന്നെ പല രീതിയിൽ ചർച്ച ചെയ്തവരാണ് ഇതിനെക്കുറിച്ച് തന്നെ എന്ന് പറയാം. ഡിവോഴ്സ് ആയിരിക്കില്ലേ എന്ന് പ്രാർത്ഥിച്ചതാണ് ഇപ്പോൾ പറയുന്നത്. പ്രേക്ഷകരൊക്കെ തന്നെയും ഇതിൻ്റെ പേരിൽ നിരവധി കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ആരാധകർ തന്നെ ഇതിൻ്റെ പേരിൽ കാര്യങ്ങൾ പറയുകയും ഒക്കെ ചെയ്യുന്നു. എന്താണ് നസ്രിയയുടെ പ്രശ്നം? ഡിവോഴ്സ് അല്ല എന്ന് പ്രതികരിച്ച് നിരവധി പേർ എത്തുന്നുണ്ട്. ഫഹദും നസ്രിയയും തമ്മിൽ പ്രശ്നങ്ങളൊന്നുമില്ല. നസ്രിയ എന്നാൽ മറ്റൊരു പ്രശ്നത്തിൽ കുടുങ്ങി നിൽക്കുകയാണ് എന്നാണ് പറയുന്നത്. എന്താണ് പ്രശ്നം എന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. എന്നാൽ നസ്രിയയ്ക്ക് എന്തോ ഒരു പ്രശ്നമുണ്ടെന്നറിഞ്ഞ ആരാധകരെല്ലാവരും അസ്വസ്ഥരാണ്. തനിക്ക് അവാർഡ് ലഭിച്ചപ്പോഴാണ് ഇപ്പോൾ നസ്രിയ പുറം ലോകത്തിനോട് കണ്ട് ഇക്കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത്. ഇതുവരെ ഇക്കാര്യങ്ങളെക്കുറിച്ച് ഒന്നും തന്നെ നസ്രിയ പറഞ്ഞിട്ടില്ലായിരുന്നു. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ വാർത്തകളൊക്കെ ഏറ്റെടുക്കുകയും പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെയും പ്രേക്ഷകരൊക്കെ തന്നെ ഇതിനെക്കുറിച്ച് ചോദിക്കുന്നതും ഇത്തരം രീതിയിൽ തന്നെയാണ്. എല്ലാവർക്കും സംശയമായിരുന്നു എന്താണ് നസ്രിയയുടെ പ്രശ്നമെന്ന്. സംശയത്തോടെ തന്നെയാണ് എല്ലാവരും ചോദിച്ചു കൊണ്ടിരുന്നത്. ഇത്രയും നാളായി നസ്രിയയെ കാണാത്തത് കൊണ്ട് പലരും അന്വേഷിച്ച് തന്നെ എത്തിയിട്ടുമുണ്ടായിരുന്നു. അങ്ങനെ അന്വേഷിച്ചെത്തിയവർക്ക് പോലും മറുപടി ലഭിച്ചിരുന്നില്ല. അതിനെല്ലാം തന്നെയാണ് ഇപ്പോൾ നസ്രിയ മാപ്പ് ചോദിക്കുന്നത്. നസ്രിയയുടെ മാപ്പിലൂടെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നസ്രിയ പറയാതെ പറഞ്ഞു എന്നാണ് പ്രേക്ഷകർ തന്നെ അഭിപ്രായപ്പെടുന്നത്. നസ്രിയയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നുവെന്ന് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവർക്കും അത് മനസ്സിലാകുന്നുണ്ട്. പ്രേക്ഷകരെല്ലാവരും ഇതിനെക്കുറിച്ച് പറയുന്നുമുണ്ട് എന്ന് പറയാം. ആരാധകരൊക്കെ തന്നെയും ഇതിൻ്റെ വാർത്തകൾ ഏറ്റെടുക്കുകയും പറയുകയും ചെയ്യുന്നു. സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ ഇതിന്റെ വാർത്തകൾ പങ്കുവെക്കുമ്പോൾ തന്നെ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. പ്രേക്ഷകരും അതുപോലെ പറയുന്നു. നസ്രിയയുടെ പ്രശ്നങ്ങൾ എന്ത് തന്നെ ആയാലും അതെല്ലാം മാറട്ടെ എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് ആഗ്രഹിക്കാൻ പറ്റുന്നതെന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട്. നിരവധി പേർ ഈ വാർത്ത പങ്കുവെക്കുന്നുമുണ്ട്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ വാർത്ത ഏറ്റെടുക്കുകയും പങ്കുവെക്കുകയും ചെയ്യുന്നത് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചാണ് എന്ന് പറയുന്നുണ്ട്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഇതിന്റെ വാർത്തകൾ പങ്കുവെക്കുന്നതിനോടൊപ്പം തന്നെ ഇതിനെക്കുറിച്ച് ചോദിക്കുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. സോഷ്യൽ മീഡിയയിൽ തന്നെ നസ്രിയയെക്കുറിച്ചുള്ള വാർത്തകൾ പ്രചരിക്കുമ്പോൾ എല്ലാവരും ഇതിന്റെ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുന്നുണ്ട്. നസ്രിയ ഒരിക്കലും ഇങ്ങനെ മാറി നിൽക്കേണ്ട ഒരാളല്ല എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.